ഡിസംബർ 6-ാം തീയതി തിരുനാൾ ആഘോഷിക്കുന്ന സെന്റ് നിക്കോളാസിനെ നമുക്കിന്ന് പരിചയപ്പെടാം. സെയിന്റ് നിക്കോളാസ് ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്? 270-നും AD 343-നും ഇടയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. എവിടെയാണ് സെയിന്റ് നിക്കോളാസ് ജനിച്ചതും വളർന്നതും? ഏഷ്യ മൈനറിലെ ലിസയിലുള്ള പദാറയിലാണ് സെന്റ് നിക്കോളാസ് ജനിച്ചത്. സെയിന്റ് നിക്കോളാസ് ആണ് സാന്റാക്ലോസ് എന്ന് പറയാറുണ്ട്, അത് ശരിയാണ്? ശരിയാണ്. അതിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. സെന്റ് നിക്കോളാസിൻ്റെ നാട്ടിൽ ഒരു കുടുംബത്തിലെ 3 പെൺകുട്ടികൾ ദാരിദ്ര്യം മൂലം പാപ സാഹചര്യത്തിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് സെന്റ് നിക്കോളാസ് കണ്ടപ്പോൾ അവരുടെ മാരേജിന് ആവശ്യമായിട്ടുള്ള പൈസ ഇങ്ങനെ അവരുടെ വീടിൻ്റെ ജനൽ വഴി എറിഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് സാന്റാക്ലോസ് സെയിന്റ് നിക്കോളാസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് സെന്റ് നിക്കോളാസ് മീറയിലെ ബിഷപ്പായത്? അദ്ദേഹം വിശുദ്ധ സ്ഥലങ്ങളിലെ തീർത്ഥാടനം കഴിഞ്ഞ് ലിസിയയിലെ മീറ എന്ന് പറഞ്ഞ സ്ഥലത്തെ ദേവാലയത്തിലേക്ക് കയറി ചെന്നു. അവിടുത്തെ ബിഷപ്പ് മരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ വൈദികർ തീരുമാനിച്ചിരുന്നേച്ച് ഒരു പ്രത്യേക ദിവസം ആരാണ് രാവിലെ ആദ്യം ദേവാലയത്തിൽ കയറുന്നത് അദ്ദേഹത്തെ ബിഷപ്പാക്കാമെന്ന്. അങ്ങനെ അദ്ദേഹത്തെ ബിഷപ്പാക്കുകയാണ് ഉണ്ടായത്. നിക്കിയ സുനകദോസും സെന്റ് നിക്കോളാസും തമ്മിലുള്ള ബന്ധം എന്താണ്? AD 325-ൽ നടന്ന നിക്കിയ സിനഹോദോസിൽ സെന്റ് നിക്കോളാസ് വിശ്വാസത്തിന് വേണ്ടി ധീരമായ നിലപാടെടുത്തു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം വെളിപ്പെടുത്തുന്നു. സെന്റ് നിക്കോളാസിന്റെ ജീവിതം നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? വിശ്വാസം അത് മനസ്സിലിരിക്കാനുള്ളതല്ല, ജീവിതത്തിൽ കൂടെ പ്രാവർത്തികമാക്കാനുള്ളതാണ്. അപ്പോൾ ഇത്തവണ ക്രിസ്മസിന് സാന്റാക്ലോസ് വരുമ്പോൾ നമുക്ക് സെയിന്റ് നിക്കോളാസിൻ്റെ ജീവിതം ഓർക്കാം.